അപ്പോഴേ 20 കിലോ 40 മുട്ട രണ്ടായിട്ട് മാറ്റി വെച്ചാൽ ഏത് മുട്ട? സുഹൃത്തുക്കളെ, ITI പെർളശ്ശേരി വിപണിയിൽ ഇന്നത്തെ പച്ചക്കറി കൊണ്ടുവരുന്ന ആൾക്കാർ, പലവ്യഞ്ജനം കൊണ്ടുവരുന്ന ആൾക്കാർ, അതുപോലെ നമ്മുടെ പലഹാരങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാർ, ഇവരൊക്കെ എവിടെ നിന്നാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത്, എങ്ങനെയാണത് ഈ വിപണിയിലേക്ക് എത്തിക്കുന്നത്, ഇതൊക്കെ ഇവിടെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി അവർ നിങ്ങളോട് സംസാരിക്കുകയാണ്. നമ്മുടെ പച്ചക്കറി കൊണ്ടുവരുന്ന ആൾക്കാർ ആണ് ആദ്യമായിട്ട് ഇവിടെ ഇതിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തിനെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. നോക്കാം. ഓക്കെ, പറഞ്ഞാട്ടെ, എന്തൊക്കെയാണ്? പേരെന്താണ്? എന്റെ പേര് രതീഷ്. വീട് ഓട്ടാഫീസ്. കോടുകുളഞ്ഞി വെൺമണി പ്രോപ്പർ കോടുകുളഞ്ഞായിട്ട് വരും. കോടുകുളഞ്ഞി വെൺമണി ഭാഗത്താണ്. എന്റെ ഭാഗത്ത് തന്നെ 2 വിപണിയുണ്ട്. ഒന്ന് വെൺമണി വിപണിയുണ്ട്, ഒന്ന് ഷാപ്പുംപടി, അതായത് കോടുകുളഞ്ഞി ഷാപ്പുംപടി വിപണിയുണ്ട്. ഈ വിപണികളിൽ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യും. വിപണി എന്ന് പറയുമ്പോൾ എന്തുവാ? വിപണി എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയല്ല, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വിപണി എന്ന് പറയുന്നത് ആ വിപണിയുടെ ചുറ്റുവട്ടത്തുള്ള, അതായത് ആ വിപണിക്ക് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർ അവരുടെ കൃഷി സാധനങ്ങൾ കർഷകർ അവരുടെ വിപണിയിൽ സാധനം കൊണ്ടുവന്നിട്ട് സ്വന്തമായിട്ട് അവർ തന്നെ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ അവിടെ വെച്ച് ലേലം വിളിച്ച് ലേലത്തിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ എടുത്ത് കുറച്ച് കളക്ട് ചെയ്യും. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഇതേ കർഷകർ തന്നെ മറ്റുള്ള കർഷകരോട് ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ 4-5 വഴുതനങ്ങായും വെണ്ടയ്ക്കായുള്ള ആൾക്കാരുണ്ട്. നമ്മളെ നേരിട്ട് ഏൽപ്പിക്കും. നേരിട്ട് നമുക്ക് കൊണ്ടുവന്ന് തരും. പിന്നെ കടകളിൽ കൊണ്ടുവരും. എനിക്ക് ഓൾറെഡി ചെറിയനാട് മാമ്പറപ്പാടം, അതായത് കൊല്ലകടവ് കോടുകുളഞ്ഞി നമ്മുടെ ചെങ്ങന്നൂർ പരിസരത്തെ വലിയ പാടശേഖരം അത് തന്നെ. അപ്പൊ അവിടുന്ന് അതിന്റെ നമ്മുടെ കോടുകുളഞ്ഞി സഞ്ജീവനി ഹോസ്പിറ്റൽ അത് തന്നെ സഞ്ജീവനി ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അത് തന്നെ. അപ്പൊ ആ ഭാഗത്ത് വഴിക്കച്ചവടമാണ് ഞങ്ങളുടെ മെയിൻ ഇത്. അപ്പൊ അവിടെ ഈ നാടൻ പച്ചക്കറിയാണ് ഞങ്ങളുടെ കച്ചവടം. ഇപ്പൊ ഞാൻ ഏകദേശം തുടങ്ങിയിട്ട് ഒരു 2 വർഷത്തോളമായി. ഈ 2 വർഷം കൊണ്ട് ഈ നാടൻ പച്ചക്കറികൾ കാരണം എനിക്ക് നല്ല വിപണനം കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ അവിടെയുള്ള കുറെ കർഷകർ എനിക്ക് നേരിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഞങ്ങളും ചെറിയ രീതിയിലൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ കണ്ടങ്ങളിലൊക്കെ വെള്ളമായതുകൊണ്ട് ഞങ്ങൾ സീസൺ അനുസരിച്ചാണ് കൃഷി. ഞങ്ങൾ 3 മാസം സീസൺ കൃഷിക്കാരായിരുന്നു ആദ്യമൊക്കെ. പിന്നീട് ഇത് കണ്ടിന്യൂ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഞങ്ങൾ ഇതുകൂട്ട് വിപണികൾ ഞങ്ങൾക്ക് ഈ ആഴ്ച വിപണികൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കൂടുതൽ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. കർഷകരിൽ നിന്നും വിപണികളിൽ നിന്നും നേരിട്ട്. ഇപ്പൊ കൃഷിയുണ്ട് അല്ലേ? അതെ. പോരാതെ വരുന്നത് മറ്റുള്ള അടുത്തുള്ള കർഷകർ അങ്ങ് ബൾക്കായിട്ടുള്ള കൃഷിയില്ല. അത്യാവശ്യത്തിന്റെ സാധനങ്ങൾ ഇപ്പം ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും സാധനം കുറവുണ്ടെങ്കിൽ അത്യാവശ്യം എടുക്കാനുള്ള സാധനങ്ങളുടെ ഇതുണ്ട്. പക്ഷെ ഇത് ശരിക്കും കർഷകർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നേരിട്ട് നമ്മൾ കൊണ്ടുവരാണ് നേരിട്ട് കൊണ്ടുവരാണ്. അതിനകത്ത് പിന്നെ ഞാൻ ചീര എടുക്കുന്നിടത്ത് ചീര കൊണ്ടുവരുന്നതിന്റെ വീഡിയോ ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ പാവയ്ക്ക പടവലം അതൊക്കെ എടുക്കുന്ന ഇതുണ്ട്. പിന്നെ ഞാൻ കോഴിമുട്ട എടുക്കുന്ന എന്റെ ഒരു സുഹൃത്ത് എന്റെ വീടിനടുത്ത് തന്നെ മാമറപ്പാടത്തെ രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കോഴി ഫാമാണ്. ആ ഫാമിൽ നിന്നാണ് ഞാൻ നേരിട്ട് എടുക്കുന്നത്. ആ ഫാമിലേക്ക് വീഡിയോ അത് തന്നെ നാടൻ കോഴിമുട്ട. അതായത് അന്നുള്ള മുട്ടയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് അതുകൊണ്ട് ഞാൻ ഫുൾ ഗ്യാരണ്ടി ഇട്ടാണ് ആൾക്കാരോട് പറയുന്നത്. 28 ദിവസം ഒരു ഫ്രിഡ്ജിൽ ഇരിക്കാതെ ഞാൻ എൻ്റെ മുട്ട മേടിക്കുന്നതിന്റെ അന്ന് മുതൽ 28 ദിവസം നിങ്ങൾക്ക് ഫുൾ ഗ്യാരണ്ടിയോടെ മുട്ട തരുന്നെന്നും പറഞ്ഞ് ഫുൾ ഗ്യാരണ്ടിയോട് കൂടിയാണ് കൊടുക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ആ ഫാമിനകത്ത് കൂട്ടി കയറി അന്നുള്ള മുട്ട വെക്കാനുള്ള സ്വാതന്ത്ര്യം വരെ എനിക്കുണ്ട്. അത്രയ്ക്ക് വിശ്വസനീയമായിട്ടുള്ള രീതിയിലാണ് അവിടെ നമുക്ക് ഇപ്പോൾ താറാമുട്ട ആയാലും നമ്മൾ അടുത്തുള്ള ഒരു അച്ഛൻ്റെ പിന്നെ വേറെ 2-3 പേരുണ്ട്, അവരെ എല്ലാം കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും മറ്റുള്ളൊന്നും വാങ്ങാതെ എല്ലാ സാധനങ്ങളും മറ്റുള്ളവരെ ഇതുകൂട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന തനി നാടൻ പച്ചക്കറികളാണ്. അല്ലാതെ നമ്മളിപ്പോൾ മറ്റുള്ള രീതിയിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളൊന്നും എന്നെ സംബന്ധിച്ച് നോക്കിയിട്ട് ഞാൻ ഈ വിപണിയിൽ ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളെ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ആരും കൊണ്ടുവരുന്നില്ല. ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഞാൻ എൻ്റെ സാധനം വെച്ച കൗണ്ടറിൽ നിന്ന് അപ്പുറത്തെ കൗണ്ടറിലെല്ലാം ഞാൻ പോയി നോക്കും മറ്റുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ ഒരു കൗണ്ടറിൽ അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും നല്ല രീതിയിൽ അതിൽ 1-2 പേര് അവർ സ്വന്തം കൃഷി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്. അവരുടെ സ്വന്തം കൃഷിയുടെ തന്നെ വലിയ എമൗണ്ടില്ല. പിന്നെ ഞാൻ കുറച്ച് കോവയ്ക്ക 2 കിലോ കോവയ്ക്കായും കുറച്ച് മുളക് കൊണ്ടുവന്നു. അതെ, ഞാനിപ്പോൾ ഇച്ചിരി ബൾക്കായിട്ട് സാധനം എടുക്കുന്നുണ്ട്. എനിക്ക് ഒരാളിൽ നിന്നോ 2 ആളിൽ നിന്നോ കളക്ട് ചെയ്യാതെ ഞാൻ മറ്റുള്ള കേന്ദ്രങ്ങളോട് ആശ്രയിക്കുന്നുണ്ട്. മറ്റുള്ള ആൾക്കാർ കൂടുതലായിട്ട് വരുന്ന ആൾക്കാർ ഇപ്പോൾ വിപണികളിൽ വിളിച്ച് അവരോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വിപണി ദിവസം അവിടെ ചെന്നിട്ട് അവരോട് സാധനം കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞാൻ ബിസിനസ് നടത്തും. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള കർഷകർക്ക് ഒരു ഉപകാരമാണ്, അതുപോലെ ഇവിടെ വരുന്ന വാങ്ങിക്കാൻ വരുന്നവർക്ക് ഉപകാരമാണ്. നല്ല സാധനങ്ങൾ കിട്ടും. ഒരുപാട് ആൾക്കാർക്ക് അറിയാം, കാരണം തിരക്കി സാധനങ്ങൾക്ക് എല്ലാത്തിനും ആൾക്കാരും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട്
കച്ചവടം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു വിപണി എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയൊരു ഉപകാരമാണ്. ഉപകാരം മാത്രമല്ല, അത് കാരണം എനിക്ക് ഇത്ര സാധനം കൊണ്ടുവന്ന് ഇത്ര സമയത്തിനുള്ളിൽ വിറ്റ് തീരുന്നുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഞാനിവിടെ വന്നപ്പോൾ മുതൽ സാധനങ്ങൾ മേടിച്ച ആൾക്കാർ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഇപ്പം തന്നെ ഇദ്ദേഹം ഈ നിൽക്കുന്ന ചേട്ടൻ തന്നെ ഞാനിവിടെ ആഴ്ച വരുമ്പോൾ എൻ്റെ 30 മുട്ട വെച്ചാണ് ഇദ്ദേഹം വാങ്ങുന്നത്. 30 മുട്ട എൻ്റെ അത്ര ഇതുകൊണ്ട് കൊണ്ടുവന്നതാണ് ഈ 30 മുട്ട. കാരണം ഞാൻ കൊണ്ടുവരുന്ന സാധനത്തിന്റെ ക്വാളിറ്റി അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്, നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് ഈ ഇതേ കൂട്ട് തന്നെ ആഴ്ച വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ശരിയല്ലേ? എങ്ങോട്ടാ വെച്ചാൽ മുട്ടയുടെ ഒക്കെ നിലവാരം എങ്ങനെയുണ്ട്? നല്ല മുട്ടയൊക്കെ വാങ്ങിക്കുന്നതല്ലേ? നല്ല മുട്ടയൊക്കെയാണ് അല്ലേ? ഇത്രയും മുട്ട തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ നമ്മൾ കഴിക്കുന്നുണ്ട്, അതിന്റെ പ്രത്യേകത അറിയാൻ. അപ്പോൾ അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ കർഷകരിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്നാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് കച്ചവടം നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. സ്ഥിരമായിട്ട് വരുന്നവരുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ കച്ചവടം ചെയ്തിട്ട് എൻ്റെ സ്ഥലത്ത് വരുന്നവരും അതുകൊണ്ട് വീട്ടിൽ തന്നെ. രതീഷ്, അപ്പം താങ്ക്സ്. അപ്പം നമ്മുടെ രതീഷ് പറഞ്ഞു കേട്ടല്ലോ. അപ്പം കർഷകരുടെ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. കടകളിലെ ഒന്നുമല്ല, മാലിന്യമൊന്നും ചേരാത്ത, രാസവസ്തുക്കളൊന്നും ചേരാത്ത, കൃഷിക്കാർ നേരിട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അദ്ദേഹം വീടിനടുത്തു നിന്നും പാടശേഖരത്തു നിന്നും കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഉപഭോക്താക്കൾക്ക് വേണ്ടി കൊണ്ടുവന്നു. അത് ശരിക്കും ചെയ്യുന്ന ഒരു നല്ല സർവീസ് കൂടിയാണ്. ഓക്കെ, താങ്ക് യു. വെളിച്ചെണ്ണയിൽ നമ്മൾ തയ്യാറാക്കുന്ന വിഭവങ്ങളാണ് ഞാനിവിടെ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് 100% പൂർണ്ണമായും വിശ്വസിച്ച് ചേച്ചിയമ്മയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം. നമ്മൾ ഉപയോഗിച്ച വെളിച്ചെണ്ണ വീണ്ടും ഉപയോഗിക്കുന്നില്ല. ഏറ്റവും നല്ല മസാലപ്പൊടികളാണ് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ കർഷകരുടെ നിന്ന് വാങ്ങുന്ന കപ്പ, ഏത്തയ്ക്ക, ചേമ്പ്, ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണ, ഇതെല്ലാം ഉപയോഗിച്ച് നല്ല ചമ്മന്തിപ്പൊടി, നല്ല ചിപ്സ് ഐറ്റംസുകൾ എല്ലാം നമ്മുടെ പഴയ രീതിയിലുള്ള, പഴയ ടേസ്റ്റിലുള്ള മുറുക്ക്, അങ്ങനെയുള്ള പഴയ സാധനങ്ങൾ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഏറ്റവും ഒതൻറ്റിക് ടേസ്റ്റുള്ള കട്ട്ലറ്റ്സ്, ഏത്തയ്ക്കാപ്പം, ഉണ്ണിയപ്പം, ഇതെല്ലാം ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. അച്ചാറുകൾ ഏറ്റവും നല്ലതായ രീതിയിൽ, അതായത് വിനാഗിരി, ഉപ്പ് ഒന്നും അധികമാകാതെ ആവശ്യത്തിന് മാത്രം ചേർത്ത് ഉണ്ടാക്കുന്ന നല്ല അച്ചാറുകൾ, സീസണലായിട്ട് കിട്ടുന്ന എല്ലാ ഐറ്റംസും, മാങ്ങ, നാരങ്ങ, അങ്ങനെയുള്ള എല്ലാം, പിന്നെ ഫിഷ്, ബീഫ്, പ്രോൺസ്, ഈ അച്ചാറുകളെല്ലാം, അമ്പഴങ്ങ എല്ലാം, പിന്നെ ചക്ക വഴറ്റിയത്, ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആവശ്യപ്പെടുന്ന ചക്ക വഴറ്റിയതാണ്. വിദേശത്ത് നിന്നൊക്കെ എനിക്ക് ധാരാളം ഓർഡറുകൾ എല്ലാ സാധനങ്ങൾക്കും വരുന്നുണ്ട്. അതുപോലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ മാത്രമാണ് നമ്മൾ വിപണിയിൽ കൊണ്ടുവരുന്നത്. ഏറ്റവും 100% വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം, ഉപയോഗിക്കാം ധൈര്യമായിട്ട്. വീട്ടിലിന് വേണ്ടി പ്രത്യേകിച്ചുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ചെറിയൊരു സ്റ്റാഫുണ്ട്, ചെറിയൊരു ഷെഡുണ്ട്, നമുക്ക് സ്റ്റാഫുണ്ട്. ഓക്കെ. രുചികരമായിട്ടെല്ലാം നാടൻ വെളിച്ചെണ്ണ, നാടൻ തേങ്ങ, നാടൻ കപ്പ, എല്ലാം ഇടയ്ക്ക് വീഡിയോ ഇടാറുണ്ട്. കപ്പ എടുക്കാനും ചക്ക എടുക്കാനും ഒക്കെ പോവാറ്, തേങ്ങ എടുക്കാനൊക്കെ വണ്ടിയും കൊണ്ട് പോകുന്ന ഇലക്ട്രിക്കൽ കാറൊക്കെ തനിയെ ഓടിച്ചു പോകുന്നൊരു സംരംഭകയാണ്. അടുത്തൊക്കെ പോയി എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു ചേച്ചിയമ്മ. ചേച്ചിയമ്മ ബ്രാൻഡിൽ അറിയപ്പെടുന്നത് സുജ എന്നാണ് ഈ മാഡത്തിന്റെ പേര്. സുജ ചേച്ചിയമ്മ എന്നുള്ള ബ്രാൻഡിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ തങ്കമ്മ ചേച്ചിയെ പരിചയപ്പെടുത്താൻ പോവാണ്. തങ്കമ്മ ചേച്ചി നമ്മുടെ നിറസാന്നിധ്യമാണ് നമ്മുടെ വിപണിയിലെ. അദ്ദേഹം വരുന്ന ITIയിലെ ഈപ്പച്ചമ്പടിയിലുള്ള വിപണിയിലാണ് സ്ഥിരമായിട്ട്. അതിനടുത്താണ് വീട്, ദൂരെയുള്ള വിപണിയൊന്നും വരാറില്ല. അപ്പോൾ മുട്ടയാണ് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നത്, കോഴിമുട്ടയും താറാമുട്ടയും. ഇപ്പം കുറച്ച് കോഴിമുട്ട നിറച്ചുണ്ട്, ഈ ബേസ് നിറച്ച് കോഴിമുട്ടയും താറാമുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയുണ്ട്, പിന്നെ ഏത്തക്കൊല സീസൺ അനുസരിച്ചിട്ട് കിട്ടുന്നതനുസരിച്ചിട്ടും കർഷകരുടെ നിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വാങ്ങിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം കുറച്ച് കുറഞ്ഞു, ഇപ്പം വിപണിയുടെ പകുതി സമയം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ ബക്കറ്റിലിരുന്ന ബേസിനകത്തിരുന്ന കോഴിമുട്ടയും താറാമുട്ടയൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ജഗ്ഗിരിക്കുന്നുണ്ടോ, അത് കാപ്പിയാണ്. അതിനെ വഴിപോലെ ഞാൻ പറഞ്ഞുതരാം. അപ്പം തങ്കമ്മ ചേച്ചി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. തങ്കമ്മ ചേച്ചി പറഞ്ഞാട്ടെ. ഇവിടെ എൻ്റെ അടുത്ത് ഇവിടെ വീട് പറഞ്ഞല്ലോ, വിപണിയിലേക്കുള്ള കോഴിമുട്ട, താറാമുട്ട, പിന്നെ ഏത്തക്കൊല, ഇതെല്ലാം ആ സീസണിൻ്റെ അനുസരിച്ച് കിട്ടുന്ന അനുസരിച്ച് കൊണ്ട് വയ്ക്കും. സ്ഥിരമായിട്ടുണ്ട് മുട്ട, താറാമുട്ടയും കോഴിമുട്ടയും ഉണ്ട്. പിന്നെ വിപണിയിലെ ഞങ്ങളുടെ താറാമുട്ടയും കോഴിമുട്ടയൊക്കെ താറാവൊക്കെ അത് ഇച്ചിരി ദൂരെ കൊണ്ടുവരുന്നത്, പെണ്ണുക്കര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കൊണ്ടുതരുന്നത്. കർഷകരാണോ? ആ കർഷകരാ, താറാവിനെ വളർത്തുന്നവരാ. അവര് കോഴിയെ നേരിട്ട് അറിയാവുന്നവരെ കൊണ്ടുവരുന്നത്. അപ്പോ
നമ്മളത് ഒന്നിച്ച് കുറച്ച് ഏറെ എടുക്കും. ഏറെ എടുത്തിട്ടാണ് ഇത് വിൽക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വിപണിയിലുള്ള ആൾക്കാർക്ക് കാപ്പി, പിന്നെ താറാമുട്ട കാര്യം പറയും. താറാമുട്ട കോഴിമുട്ട ശരിക്കും അതിനെ വളർത്തുന്ന ഫാമിൽ അല്ലെങ്കിൽ കർഷകരുടെ ആണെന്ന് തീർച്ചയാണ്. തീർച്ചയായും നല്ല ഇതാണ്. അല്ല നമുക്ക് പുറത്തുനിന്ന് വരുന്നോ പാണ്ടിമുട്ട അങ്ങനെയുള്ളൊന്നും അല്ല. നല്ല മുട്ട തന്നെയാണ് കൊണ്ടുവരുന്നതും വിൽക്കുന്നതും. അത് കൊണ്ടുവരുന്ന അനുസരിച്ച് എല്ലാം പെട്ടെന്ന് ചെലവാകും. പറഞ്ഞ തേങ്ങായും ഏത്തക്കൊലയുണ്ട്. എന്തായാലും കൃഷിക്കാരുടെ അതെല്ലാം കൃഷി ചെയ്യുന്നവരുടെ അടുക്കുന്ന അവര് കൊണ്ടുതരും. എനിക്കൊരു ചെറിയ കടയുണ്ട്. ആ കടയിൽ കൊണ്ടുതരും. കടയിൽ നിന്ന് വിപണിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ചെങ്ങന്നൂർ IT ജംഗ്ഷനിലെ ഈപ്പച്ചമ്പടി അതിനടുത്തുള്ള അടുത്തൊരു കടയുണ്ട്. അതിനകത്തൊരു കടയുണ്ട് എനിക്ക്. എന്തോ കട അവിടെ എല്ലാം ഉണ്ട്. പിന്നെ വെള്ളം, നാരങ്ങ വെള്ളം, ജ്യൂസ് കുടിക്കാനുള്ളത്, പിന്നെ ചായ, കാപ്പി അതെല്ലാം ഉണ്ട്. പിന്നെ അത്യാവശ്യം മുറുക്കാന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ വിൽക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി വിപണിയിലുള്ളവർക്ക് ഇവിടെ കാപ്പി ഞാൻ പറഞ്ഞ ജഗ്ഗിനകത്ത് കാപ്പി, അതുപോലെ പലഹാരങ്ങൾ, ഏത്തക്കാപ്പം, വടയൊക്കെ കൊണ്ടുവരും. അതിവിടെ നമുക്കൊരു അനുഗ്രഹമാണ്. കച്ചവടക്കാരായ ഞങ്ങൾക്ക് ദാഹിക്കുമ്പോൾ അല്ലെങ്കിൽ കിടന്ന് ബഹളമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ ഒന്ന് ക്ഷീണമൊക്കെ വരുമ്പോൾ കാപ്പി, കട്ടൻ കാപ്പിയും അതുപോലെ വടയും ഏത്തക്കാപ്പവും കൊണ്ടുവരും. വളരെ അനുഗ്രഹമാണ്. ചേച്ചിക്ക് അതൊരു ചെറിയ വരുമാനവുമാണ്. നമുക്ക് ആഹാരം കഴിക്കാനുള്ളൊരു വരുമാനവുമാണ്. ഞങ്ങൾക്ക് വരുമാനമല്ല, ചേച്ചിക്ക് വരുമാനമുണ്ട്, ഞങ്ങൾക്കൊരു ആശ്വാസവുമാണ്. അങ്ങനെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം വരെ, നമ്മുടെ വിപണിയുള്ള സമയം വരെ. ചേച്ചി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ചേച്ചി? വേറെ ഇനിയൊന്നും പറയാനില്ല. വിപണി കുറച്ച് നാളൂടെ പോട്ടെ, നല്ല കുറെ നാൾ പോട്ടെ അല്ലേ? കുറച്ച് നാൾ ഈ ബിസിനസ് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ശരി ശരി, ഓക്കെ. സുഹൃത്തുക്കളെ, നമ്മുടെ വിപണിയിൽ വരുന്ന ഏറ്റവും പ്രായം കൂടിയ ഒരു കച്ചവടക്കാരിയാണ് രാജമ്മ ചേച്ചി. രാജമ്മ ചേച്ചി നമുക്ക് ഇവിടെ ഉണ്ണിയപ്പമാണ് കൊണ്ടുവരുന്നത്. സ്ഥിരമായിട്ട് പലഹാരങ്ങൾ കൊണ്ടുവരുന്ന ആളാണ്. ഏറ്റവും പ്രായം കൂടിയ, എല്ലാ വിപണിയിലും ഏറ്റവും പ്രായം കൂടിയ അമ്മച്ചിയാണിത്. അമ്മച്ചി അപ്പം അതിനെപ്പറ്റി കാര്യങ്ങൾ പറയും. അമ്മച്ചിയെ പറ്റി സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അമ്മച്ചി കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മച്ചി സംസാരിക്കുന്നതാണ്. അപ്പോൾ രാമ ചേച്ചി പറഞ്ഞാട്ടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ? പഴം, ഏലക്ക, ജീരകം ഇതൊക്കെ അരയ്ക്കുക മിക്സിയിൽ. അമ്മച്ചിയുടെ പേരെന്ന് പറഞ്ഞാട്ടെ ആദ്യം? രാജമ്മ. വീട് എവിടാ? വീട് ഇവിടെ ഐറ്റിയുടെ അടുത്താ. ഐറ്റി ഒരു വിപണിയുണ്ട് അതിന്റെ അടുത്താ അല്ലേ? നീ എന്തൊക്കെയാ കൊണ്ടുവരുന്ന വിപണിയില്? വിപണിയില് അച്ചാറ് കൊണ്ടുവരും, ഉണ്ണിയപ്പം കൊണ്ടുവരും, വട കൊണ്ടുവരും, അങ്ങനെ പല സാധനങ്ങൾ കൊണ്ടുവരും. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന എന്ത് എണ്ണ ഉപയോഗിച്ചാ ഉണ്ടാക്കുന്നത്? എന്തെണ്ണ ഉപയോഗിക്കുന്നേ? വെളിച്ചെണ്ണ. പിന്നെ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? ഉണ്ണിയപ്പം ഏലക്ക, ജീരകം, പഴം. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നു? വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. എന്തോ ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം, ഒരു പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ട് ഉണ്ണിയപ്പം? 10 എണ്ണം ഒരു പാക്കറ്റ് 50 രൂപ. എത്ര 10 എണ്ണം ഒരു പാക്കറ്റ് 50 രൂപ. 50 രൂപ. ശരി അമ്മച്ചി, ശരി. എൻ്റെ പേര് ശ്രീകുമാർ, ഇടനാട്ടിൽ നിന്ന് വരുന്നു. എനിക്ക് സ്വന്തമായിട്ട് കൃഷിസ്ഥലമുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളാണ് വിപണിയിൽ കൊണ്ടുവരുന്നത്. പിന്നെ അതുകൂടാതെ ഉപ്പേരികളെല്ലാം തയ്യാറാക്കുന്നുണ്ട്. പിന്നെ വാഴക്കൊമ്പ്, ഓമയ്ക്ക, കുമ്പളങ്ങ, വാളംപുളി, തോട്ടുപുളി മുതലായ വീട്ടിൽ തന്നെ ഉണ്ട്. അതെല്ലാം ഈ വിപണിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. ഇപ്പോൾ 4 വിപണിയിൽ പോകുന്നുണ്ട്. ഒരു വർഷമായിട്ട് വിപണിയിലേക്ക് ഇറങ്ങി തുടങ്ങിയുള്ളൂ. പിന്നെ ഇഞ്ചി കൃഷിയുണ്ട്, അതും ഇവിടെ എത്തിച്ചു തുടങ്ങി. ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പറയാം. ഓക്കെ ചേട്ടാ, താങ്ക് യു. അപ്പം ചേട്ടനും ഈ പറഞ്ഞ പോലെ കൃഷിയിടമുള്ള ആളാണ്. അതുപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇഞ്ചി കൃഷിയുണ്ട്, പിന്നെ ഓമയ്ക്ക, എല്ലാ വിപണിയിലും അദ്ദേഹം ഓമയ്ക്ക കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ പുളി ഐറ്റംസ്, വാളംപുളി, പിഴുപുളി, അങ്ങനെയുള്ള ഐറ്റംസ്, വെളിച്ചെണ്ണ, ശർക്കര, അതുപോലെ മാവുണ്ട, കൂമ്പ് ഐറ്റംസ്, ഇതെല്ലാം അദ്ദേഹം എത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ നമുക്ക് വരുന്ന കുറച്ച് സാധനങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റും. നമ്മുടെ വിപണിയിൽ ഈ ഉണക്ക മത്സ്യം കൊണ്ടുവരുന്ന ആളാണ് സംസാരിക്കുന്നത്. ജോബിൻ എന്നല്ല പേര്, ജോബിനാണ്. ജോബിന് കുറച്ച് സ്വാധീനക്കുറവുള്ള ആളാണ്. പക്ഷേ അതിനൊരു മുച്ചക്ര വാഹനത്തിലാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം സാധനങ്ങൾ സ്ഥിരമായിട്ട് ഈ ഉണക്ക മത്സ്യം നമ്മുടെ വിപണിയിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ആളാണ്. ജോബിനെ സംസാരിച്ച് എന്തൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്? എൻ്റെ പേര് ജോബി, ഞാൻ നികരംപുറമാണ് സ്ഥലം. നികരംപുറം. നമ്മുടെ കടവരാലുണ്ട്, ചൂടയുണ്ട്, ചെമ്മീനുണ്ട്, നങ്കുണ്ട്, അയലയുണ്ട്. ഇപ്പോൾ അയലയില്ല. അത് നമ്മുടെ ചേർത്തല പാണാവള്ളി സ്ഥലം അവർ ഹാർബറിൽ നിന്നെടുത്ത് വീടുകൾ നല്ല കഴുകി വൃത്തിയാക്കി ഉണങ്ങുന്ന സാധനമാണ്. എന്തായാലും അത് നേരിട്ടുണ്ടാക്കുന്നത്. നേരിട്ട് വീടുകൾ ചെയ്യുന്ന ആൾക്കാർ വീടുകളിൽ ചെയ്ത് ബൾക്കായിട്ട് കിട്ടത്തില്ല. അവർ ഉണങ്ങി എടുക്കുന്നതിനനുസരിച്ച് കാലാവസ്ഥ
വെയിലും ചൂടും ഉണ്ടെങ്കിൽ മാത്രം ഉണങ്ങി നേരത്തെല്ലാം ഉണങ്ങി വെയിലത്തുണങ്ങി നല്ല ക്ലീൻ ആയിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉണങ്ങിയെടുക്കും. ഒരു കുലത്തൊഴിലായിട്ട് ചെയ്യുന്ന കാര്യം. വീടുകളിൽ നമ്മൾ ചോദിക്കുന്ന സാധനം അപ്പം കിട്ടത്തില്ല. ശരി ശരി ശരി. കുറച്ച് വീതം ഉണങ്ങിയെടുത്തവർ നമ്മൾ അറിയിക്കും. നമ്മൾ കളക്ട് ചെയ്ത് എടുത്ത് വിപണികളിൽ വിൽക്കും. വിപണികളുടെ കച്ചവടമൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. ശുദ്ധമായ ഉണക്കമീനുകളാണ്. കുറിച്ചി, നത്തോലി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിൽ വരുമാന മാർഗ്ഗമാണ് ഇപ്പോൾ ഇത്. വയ്യാത്ത അദ്ദേഹം ഇപ്പോൾ ഇത് ഈ മുച്ചക്ര വാഹനം ഓടിച്ചിട്ടാണ് ഇതിൻ്റെ വിൽപ്പന നടത്തിയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിനെ ഈ വാങ്ങിച്ച് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ. നമ്മളെ നാടൻ തേനാണ്, ഒറിജിനൽ തേൻ എടുക്കുന്നിടത്ത് തന്നെ എടുക്കുന്ന നാടൻ തേനുകളാണ്. അതിന്റെ കായം ഇതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെ തന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ എടുക്കുന്ന സാധനമാണ്. പിന്നെ നമ്മുടെ നാടൻ പശുവിന്റെ തൈര് നമ്മുടെ സ്വന്തമായിട്ടുള്ള പശുവാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്നത്. അത് ഇതുപോലെ തന്നെ യൂറിയ കണ്ടന്റുള്ള തീറ്റകളൊന്നും കൊടുക്കാതെയുള്ള നമ്മൾ തൈര് പാലൊക്കെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പിന്നെ പച്ചക്കറി വിത്തുകൾ നാടൻ ഓർഗാനിക്കായിട്ട് തന്നെ എടുക്കുന്ന പച്ചക്കറിയുടെ വിത്തുകളാണ് എടുക്കുന്നത്. പിന്നെ നമ്മളെ കക്കാപ്പൊടി നമുക്ക് ഇവിടെ ഇല്ല. ഇപ്പം കടൽ കക്കായാണ് എടുക്കുന്നത്. അത് ദയാൽ സാറിന്റെ ഇതിലുള്ള ഡോക്ടർ PH എന്ന് പറഞ്ഞ കക്കാപ്പൊടിയാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വിവിധ നമ്മളിപ്പം ചട്ടികളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ ഷൊർണൂരിൽ നിന്നാണ് ചട്ടികളെല്ലാം എടുക്കുന്നതും എല്ലാം അവിടെ നിന്നുള്ള സാധനങ്ങളാണ് കൂടുതലും. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കൂടുതലും നമ്മളിവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ ചെങ്ങന്നൂർ ഇപ്പോൾ ITI ഉള്ള വിപണിയാണ് ഇതിന് മെയിനായിട്ടുള്ള നമ്മുടെ ആലായിലെ ജെയിംസ് സാറായിരുന്നു. ജെയിംസ് സാറിൻ്റെ ഒരു സൃഷ്ടിയായിട്ടാണ് ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് 6-8 വിപണി തുടങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും വിപണി ഈ ചെങ്ങന്നൂരിൻ്റെ ഭാഗത്തെല്ലാം ഉണ്ട്. എല്ലാ കർഷകർക്കും അല്ലാതെയുള്ള ചെയ്യുന്നതായിട്ട് ഒത്തിരി കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതിന് ജെയിംസ് സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ അതിനുള്ള ഉൽപ്പന്നങ്ങളെല്ലാം കർഷകരുടെ വീട്ടുകളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇവിടെ കൊണ്ട് എല്ലായിടത്തും നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മുടെ ഈ കായത്തിന്റെ ഒന്ന് പറഞ്ഞിട്ട് കായം ഒന്ന് കാണിച്ചാട്ടെ. കായത്തിന്റെ കാര്യം എവിടെ നിന്നാണ്? എല്ലാവർക്കും സംശയമുണ്ട് ഈ കായം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ സംശയം. എല്ലാം വെളിയിൽ നിന്ന് വരുന്നു. നമ്മളെ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്ക് വെളിയിൽ നിന്നുമായിട്ട് വരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഏതോ ഒരു ചെടിയുടെ കറ എടുത്തിട്ട് പിന്നെ അല്ല അങ്ങനെയല്ലേ കറ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ എല്ലാ 4 അതിന്റെ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടാണ് ഈ കായ മിക്സ് ചെയ്തിട്ട്. അതുകൊണ്ട് നമ്മളെ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. ഇതിപ്പം വേറെയുള്ള കായൊക്കെ എടുക്കാതെങ്കിൽ പിച്ചാത്തി കൊണ്ടോ വെട്ടോത്തി വെട്ടിയൊക്കെ എടുക്കണം. ഇത് അതിന്റെ ആവശ്യം നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ വരുന്നതുകൊണ്ടാണ്. പൊടി അതുപോലെ തന്നെയാണ്. നമുക്ക് അതുപോലെ തന്നെയാണ്. തേൻ എന്താണ്? അതുപോലെ തന്നെ തേൻ ഇത് നാടൻ തേനാണ്. ഇത് ചെറുതേനും വൻതേൻ. ഇത് വൻതേനാണ്. ഇത് വൻതേനാണ്. ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് വിളക്കുവാര കൊണ്ടുപോയിട്ട് അത് ശുദ്ധീകരിച്ച് ഇതിന്റെ ജലാംശം എല്ലാം കളഞ്ഞ് റെഡിയാക്കി ഒരു മായവും ചേർക്കാതാണ് നമ്മളെടുത്ത്. നാടൻ പശുക്കൾ നമ്മളെ ഗീർ, ദാർപ്പാക്കർ, സഹിവാള് ഇങ്ങനെയുള്ള ഇനങ്ങളുടെ പാലുകളാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അതിന്റെ തൈര്, നെയ്യ് അങ്ങനെയാണ് നമ്മൾ വിൽപ്പനയ്ക്ക് ഇവിടെ എത്തിക്കുന്നത് എല്ലാ വിപണികളിലും. ഈ പശുക്കളൊക്കെ എവിടെയാണ് ഉള്ളത് സാധാരണഗതിയിൽ വളരുന്നത്? ഗീർ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിയാണ്, ദാർപ്പാർക്കർ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിയാണ്, സഹിവാള് പഞ്ചാബിന്റെ ഇനമാണ്. തനത് ഇനമാണ്. പഞ്ചാബിന്റെ അവിടുത്തെ തനതായിട്ടുള്ള നാടൻ ഇനങ്ങളാണ്. നമ്മുടെ ക്ലൈമറ്റിലൊക്കെ നമ്മുടെ ക്ലൈമറ്റിൽ പാലും നല്ലപോലെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാനി പശുക്കളാണെങ്കിൽ അത് രാജസ്ഥാൻ മരുഭൂമിയിൽ കൂടെ പോകുന്ന പശുക്കളാണ്. രാജസ്ഥാനി ഥാർ പാർക്കർ എന്ന അതിന്റെ പേര് തന്നെ. അത് എന്താണത്? ഥാർ പാർക്കർ. ഥാർ മരുഭൂമിയിൽ ഥാർ പാർക്കർ അത് ലാ തിരിച്ചെഴുതുന്ന ഥായാണ്. ഥാർ പാർക്കർ ഇനത്തിൽപ്പെട്ടാണ്. അത് ഥാർ മരുഭൂമിയിൽ തന്നെ ജീവിക്കുന്നതാണ്. നമ്മളിപ്പോൾ അത് അയവെട്ടുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. അത് വെയിലത്ത് കിടന്ന് അയവെട്ടത്തുള്ളൂ. എത്ര തണലത്ത് കെട്ടിയാലും ആ സമയമാകുമ്പോൾ അത് ആ വെയിലത്ത് കിടന്നേ അത് അയവെട്ടത്തുള്ളൂ. അതിന്റെ ഇമ്മ്യൂണിറ്റി എല്ലാം ശരിയാണ്. വെയിൽ തന്നെ വേണം എന്നുള്ളതാണ് അതിന്റെ. അതുകൊണ്ട് എത്ര വെയിലായാലും അവർക്ക് യാതൊരു പ്രശ്നം. നമ്മുടെ നാട്ടിലെ തീറ്റകളും ഒക്കെ അതിന് ശരിയാവുന്നുണ്ട്. ശരി. നമ്മളിപ്പോ ചെറുപ്പത്തിലെ കൊണ്ടുപോയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ തീറ്റ തന്നെയാണ്. നമ്മുടെ ശുദ്ധമായ നാടൻ വളരുക. വളരുന്നത്. അതിന്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ ബാക്കിയുള്ളവരെല്ലാരും. ബ്രീഡിംഗ് ഒക്കെ ഇവിടെ തന്നെ. ബ്രീഡിംഗ് ഇപ്പൊ ഇവിടെ ഇഷ്ടത്തിന് ഇൻസെമിനേറ്റ് ചെയ്യാൻ സെമൻ ഇറങ്ങുന്നുണ്ട്. നല്ല ബ്രീഡിന്റെ ഇത് തന്നെ ക്വാളിറ്റിയുള്ള സെമനുകളെല്ലാം ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. അതിന്റെ ചുരുക്കം പറഞ്ഞാൽ അതിന്റെ പാല് നല്ലതാണ്. അതിന്റെ തൈരാണ് നമ്മൾ അതിന്റെ പാലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും അമിനോ ആസിഡ് കൂടുതലുള്ള പാലാണ്. അതിനെ പെട്ടെന്ന് ദഹിക്കാൻ കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കാനുള്ള അങ്ങനെയുള്ള പാലുകളാണ്. നമ്മുടെ നാടൻ പശു ആകുമ്പോൾ അതിന് കട്ടിയ പാല്. ഇതാകുമ്പോൾ കുറച്ച് ഇതാണ് നാടൻ പശു. നാടൻ പശു എന്ന് പറയുന്നത് മറ്റേ അത് HF ജേഴ്സി എന്ന് പറയുന്നത് വിദേശികളാണ്. അതാണ് അതിന്റെ. അത് നമ്മളെ തണുപ്പ് രാജ്യത്ത് ജീവിക്കേണ്ട സാധനങ്ങളാണ്. ഇതിന്റെ പ്രത്യേകത നമ്മൾ പിന്നെ തീറ്റ കൊടുക്കുമ്പോഴേ നമ്മളെ പെല്ലറ്റ് അങ്ങനെയുള്ള തീറ്റകൾ കൊടുക്കുന്നത്. യൂറിയ കണ്ടുള്ള തീറ്റകളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ തവിട് ഐറ്റംസ് അങ്ങനെയുള്ള കടലപ്പിണ്ണാക്ക്, പിന്നെ നമ്മളെ ഇവിടുന്ന് തവിടിന്റെ ഗോതമ്പ് തവിട്, ഉഴുന്നിന്റെ വേസ്റ്റുകൾ തവിടുകൾ, പിന്നെ ചോളത്തിന്റെ തവിട് ഇങ്ങനെയുള്ള തീറ്റകൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാലുകൾ അതാണ് ഉള്ളത്. എല്ലാ മറ്റേ HF ജേഴ്സിയും കിട്ടുന്നതിനുള്ള പാലുകൾ നമുക്ക് കിട്ടത്തില്ല. അതിനാണ്ട് അതിന്റെ പാലിന് തന്നെ വ്യത്യാസം നമുക്ക് കറക്കുമ്പോഴും പാല് കാണുമ്പോഴും ഒക്കെ മനസ്സിലാവും. പാലിന് എപ്പോഴും ലൈറ്റ് മഞ്ഞ ഷെയ്ഡ് പോലെ പാലിന് വരും.
അതിന്റെ തൈരിനും ഒക്കെ അത് വരും. അങ്ങനെയാണ്. പേര് ഷാജി. എൻ്റെ ഷാജി വെൺമണിയാണ്. ഓക്കെ, ശരി ശരി. പിന്നെന്തോ അവിടെ നഴ്സറി പോലെ എന്തോ? നഴ്സറി ഉണ്ട്. നമുക്ക് എല്ലാ തൈകള്, ഫ്രൂട്ട്സിന്റെ തൈകള്, വാഴവിത്തുകള്, എല്ലാ ഐറ്റംസ്, പിന്നെ തൈകള്, ഫ്രൂട്ട്സിന്റെ തൈകള് എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസ്, പിന്നെ പോട്ടുകൾ, പ്ലാസ്റ്റിക് പോട്ടുകൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നഴ്സറി തന്നെ. ശരി ശരി. ഓക്കെ. ചേട്ടാ, ഈ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുക, വീട്ടിലുണ്ടാക്കുന്ന? ഇതെല്ലാം വീട്ടിലുണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ്. കറിപ്പൊടികള്, മസാലപ്പൊടികള് എല്ലാം വീട്ടിലുണ്ടാക്കുന്നതാണ്. നമ്മൾ കായംകുളം, കൊല്ലം, ഇപ്പൊ കൊല്ലത്ത് നിന്ന് എടുക്കുന്നത്, കൊല്ലം പോലുള്ള വലിയ ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് മുളക്, മല്ലി, മഞ്ഞള് ഇതൊക്കെ എടുക്കും. എടുത്തിട്ട് നമുക്ക് പ്രത്യേകമായിട്ടുള്ള മില്ലുണ്ട്. ആ മില്ലില് കഴുകി പൊടിച്ച് വിനാഗിരിയും കല്ലുപ്പും ഒക്കെ ചേർത്ത് കഴുകി പൊടിച്ച് പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന്റെ സാമ്പിൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ഉണ്ട്. FSSAI അംഗീകരിച്ച ലാബിൽ ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളാണ് ഓരോന്നിനും ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് മുളകുകളുടെ സർട്ടിഫിക്കറ്റാണ്, സുഡാനും റെഡ് ഓക്സൈഡും ഒന്നും ഇല്ലെന്നുള്ള സർട്ടിഫിക്കേഷനാണ്. അതുപോലെ ഇത് വെളിച്ചെണ്ണയുടെ സർട്ടിഫിക്കേഷനാണ്. ഇത് മഞ്ഞളിന്റെ സർട്ടിഫിക്കേഷൻ, മഞ്ഞൾപ്പൊടിയുടെ സർട്ടിഫിക്കേഷനാണ്. അതുപോലെ FSSAI അംഗീകാരമുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ചേർന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. ശുദ്ധമായ വസ്തുക്കൾ 100% നമ്മുടെ ഓർഗാനിക് തന്നെയാണ്. അതെ. പിന്നെ നാടൻ കൊപ്രയുടെ വെളിച്ചെണ്ണയുണ്ട്. പിന്നെ അതുപോലെ ഇത് എള്ളെണ്ണ, കറുത്ത എള്ളെണ്ണ, അതുപോലെ വെളുത്ത ഗോൾഡൻ കളർ എള്ളെണ്ണ, അതുപോലെ ഇത് ഉരുക്ക് വെളിച്ചെണ്ണ, നാടൻ ശർക്കര പൊടി. ഇത് രണ്ടും മറയൂർ ശർക്കരയാണ്. ഇത് രണ്ടും മറയൂർ. ഇത് മാത്രം പുറത്തുനിന്ന് വരുന്നതാണ്. അതുപോലെ മില്ലറ്റിന്റെ ഹെൽത്ത് മിക്സ് ഉണ്ട്. പപ്പടം പല ടൈപ്പ് ഉണ്ട്. പപ്പടം, മുളക് പപ്പടം, ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഉണ്ടാക്കുന്ന. പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന പപ്പടമാണ് ഇതെല്ലാം. അതുപോലെ എല്ലാ ഐറ്റംസും, അങ്ങനെ കറിപ്പൊടികളായാലും മസാലപ്പൊടികളായാലും എല്ലാം നമുക്ക് ശുദ്ധമായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് ശുദ്ധമായ വസ്തുക്കൾ കഴിച്ച് അസുഖമൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അടുത്ത നമ്മുടെ ഗോപിനാഥൻ സാറിനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സാറിൻ്റെ വീട് പെണ്ണക്കരയാണ്. സാറ് സ്ഥിരമായിട്ട് തേങ്ങയാണ് മാർക്കറ്റുകളിൽ കൊണ്ടുവരുന്നത്. വിപണികളിൽ, ആല വിപണിയിൽ, ITA വിപണിയിലൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഇടനിലക്കാരില്ലാതെ വിറ്റഴിക്കാനുള്ള ഒരു അവസരമാണ് ഈ വിപണി കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത്. ഞാൻ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നത് നാളികേരം, ഏത്തക്കൊല, കപ്പ മുതലായവയാണ്. സ്വന്തമായി കൃഷിയുണ്ടല്ലേ? സ്വന്തമായിട്ട് വാഴ, വാഴ ഇതെല്ലാം സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതാണ്. ഇതെല്ലാം സ്വന്തമായിട്ടുള്ളതാണ്. ഞാൻ പെണ്ണക്കര എന്ന് വരികയാണ്. ശശിധരൻ എന്നാണ് പേര്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരിടത്ത് തന്നെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. അങ്ങനെയുള്ള സാധനം ഇവിടെ കൊണ്ടുവരുന്ന എല്ലാം വിറ്റഴിച്ച് പോകുന്നുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമ്മുടെ ഇവിടെ കൊണ്ടുവരുന്ന ഐറ്റംസ് എന്ത് കൊണ്ടുവന്നാലും വിറ്റഴിഞ്ഞ് പോകുന്നതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്. കുറച്ച് ദൂരെ നിന്നാണ് വരുന്നതെങ്കിലും ആൾക്കാർക്ക് കൊടുക്കുന്നതിൽ നമ്മൾ സാറ്റിസ്ഫൈ ആണ്. ആൾക്കാരും അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇത്രയും ദൂരം വന്ന് ഇവിടെ കൊടുക്കാനുള്ള ഇത് ആലാ വിപണിയിലും ചിലപ്പോൾ പോകാറുണ്ട്. അങ്ങനെ വിപണി ഞങ്ങൾക്ക് ഒരു അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കൃഷി സാധനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് കൊടുക്കാതെ അത്യാവശ്യം നമുക്ക് വിലയും കിട്ടും. വരുന്ന ആൾക്കാർ മേടിക്കാൻ വരുന്നവർക്കും നല്ല സാധനങ്ങൾ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പേര് സുരേന്ദ്രൻ, മുളക്കഴ പള്ളിപ്പടിക്കെന്ന് വരുന്നു. ഞാൻ സ്ഥിരമായി കൊണ്ടുവരുന്ന ഏത്തക്കൊലകൾ, മറ്റ് കൊലകൾ, പിന്നെ ഞാലിപ്പൂവനുണ്ട്, കുടംപുളിയുണ്ട്, കുക്കുംബറുണ്ട്, അങ്ങനെ പല ഐറ്റങ്ങളായിട്ട് കൊണ്ടുവരുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ അടുത്തൊരു വേറൊരു കച്ചവടത്തിൽ വരുന്നൊരു കർഷകയാണ് ശ്യാമള. സാധാരണ എല്ലാ ദിവസവും പച്ചക്കറിയാണ് കൊണ്ടുവരുന്നത്. തനതായ നാടൻ പച്ചക്കറികളാണ് കൊണ്ടുവരുന്നത്. ശ്യാമള ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ ഓദ്രയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൊണ്ടുവരുന്ന ഐറ്റങ്ങൾ നാടൻ പച്ചക്കറികളാണ്, തനി നാടൻ. എൻ്റെ വീട്ടിലുള്ളതും എൻ്റെ അയൽവാസികളോടും കൂടി എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങളാണ്. എല്ലാ പച്ചക്കറികളും കൊണ്ടുവരും. വഴുതനങ്ങ, കോവയ്ക്ക, പയറ്, പടവലങ്ങ, വെള്ളരിക്ക, പാവയ്ക്ക, ഏത്തയ്ക്ക, ചേമ്പ്, ചേന മുതലായ എല്ലാ ഐറ്റങ്ങളും കൊണ്ടുവരും. എല്ലാം നാടനാണ്. കുക്കുംബറ്, മാക്സിമം എത്രയും സാധനങ്ങൾ കിട്ടുന്നു അത്രയും കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. എല്ലാ നാട്ടുവിപണിയിലും എത്താറുണ്ട്.
അടുത്ത നമ്മുടെ മാത്തുക്കുട്ടിച്ചായനാണ്. മാത്തുക്കുട്ടിച്ചായൻ വിപണിയിൽ അച്ചാറുകളും പച്ചക്കറികളും ഏത്തക്കൊലകളും കൊണ്ടുവരുന്നുണ്ട്. മാത്തുക്കുട്ടിച്ചായൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. മാത്തുക്കുട്ടിച്ചായ പറഞ്ഞാട്ടെ, എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്? ലോകടിക്ക് അച്ചാറുണ്ട്, ഏത്തക്കൊലയുണ്ട്, പിന്നെ ചേമ്പുണ്ട്, കപ്പയുണ്ട്, ഇങ്ങനെയുള്ള കൃഷി ഐറ്റം, ചേനയുണ്ട്, എല്ലാ കൃഷി ഐറ്റംസുകളൊക്കെ ഏത്തക്കൊല കൃഷി ചെയ്യുന്നുണ്ട്. കപ്പ എല്ലാ കാര്യങ്ങളും വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതാണ്. ഓക്കെ. എവിടെ വീട്? അങ്ങാടിക്ക് തന്നെ. ഓക്കെ. വിപണികൾ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ? അല്ല എല്ലാ വിപണിയിലൊക്കെ പോകുന്നുണ്ട്. ഓക്കെ. പിന്നെ അച്ചാറിന്റെ കാര്യം പറഞ്ഞത് എങ്ങനെയാണ്? ലോലിക്ക മാത്രമേ ഉള്ളൂ? ലോലിക്ക വീട്ടിലെ തന്നെ ലോലിക്ക നല്ല ഐറ്റംസ് ആണ് തോന്നുന്നു. എല്ലാം നല്ല പൊടികളൊക്കെ നല്ലതായിട്ട് ഉപയോഗിക്കുന്നു. ശുദ്ധമായി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ. സ്ഥിരമായിട്ട് എല്ലാം ഇങ്ങനെ വിപണിയിൽ കൊണ്ടുവരുന്നുണ്ടല്ലേ? എൻ്റെ സ്ഥലം ഞാൻ താമസിക്കുന്ന ഓതറയാണ്. എടനാട്ടിലാണ് കുടുംബം. അവിടെയാണ് കൃഷിയും കാര്യങ്ങളും കൂടുതലായിട്ടും. ഓതറയുണ്ട്. കൂടുതലായിട്ട് കൃഷി എന്ന് പറഞ്ഞാൽ ഏത്തവാഴയാണ്, ഞാലിപ്പൂവിന്, കുമ്പിലക്കണ്ണന്, അതുപോലെ ചെങ്കതലി, ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ, പിന്നെ കാവേരി പഴമുണ്ട്. ഇങ്ങനെ കൂടുതലും പഴവർഗ്ഗങ്ങളും പച്ചക്കറി സാധനങ്ങളും എല്ലാം അയ്യത്ത് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കപ്പയുണ്ട്, ചേനയുണ്ട്, കാച്ചിലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ഞാൻ തന്നെ കൃഷി. വാഴപ്പഴം ഇതെല്ലാം എൻ്റെ കറുവപ്പട്ടയുണ്ട്. അതാണ് കൊണ്ടുവന്നിട്ടുണ്ട് വിപണിയിൽ. അപ്പോൾ എല്ലാ വിപണിയിലും എല്ലാ സാധനങ്ങളുമായിട്ട് ഞാൻ സജീവമായിട്ട് വരും. നമ്മുടെ സാധനങ്ങളാണ് കൂടുതലും ഞാൻ വിപണികളിൽ എല്ലാ വിപണികളിലും ഞാൻ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരുടെയും നല്ല സഹകരണം ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അങ്ങോട്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ശ്രീ അനിൽ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളാണ് പഴവർഗ്ഗങ്ങൾ. കൊമ്പില്ലക്കണ്ണന്, ഞാലിപ്പൂവിന്, പാളയംകോടിനുണ്ടാവും, കറുവപ്പട്ട ഉണ്ടാവും, കുമ്പളങ്ങ ഉണ്ട്. ഇന്നിപ്പോൾ ഒരു ഏത്തക്കൊല, നാടൻ ഏത്തക്കൊലയുണ്ട്. ഏത്തക്കൊല എല്ലാ വിപണിയിലും കൊണ്ടുവരുന്നതാണ്. ഓക്കെ. അപ്പം വന്ന് സഹകരിക്കുക എല്ലാവരും. നല്ല ഉൽപ്പന്നങ്ങൾ, നല്ല പഴവർഗ്ഗങ്ങൾ കഴിക്കാം. ഓക്കെ. നമസ്കാരം. നമ്മുടെ ITI പെർളശ്ശേരി വിപണിയിലെ കർഷകരെ പരിചയപ്പെടുത്തുന്നതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മുടെ ഓതറയുള്ള ശ്രീ ജോസിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ജോസ് ഒരു മികച്ച കർഷകനാണ്. എല്ലാ വിപണികളിലും സ്ഥിരമായിട്ട് സാന്നിധ്യമുള്ള ആളാണ്. സ്വന്തം കൃഷിയും കൂട്ടുകാരുടെയും പച്ചക്കറി കൃഷിയിൽ നിന്നും അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ കൃഷിയിൽ നിന്നും ആ ഉൽപ്പന്നങ്ങൾ എല്ലാ വിപണിയിലും കൊണ്ടുവരാറുണ്ട്. ജോസിനെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ജോസ്. ഞാൻ ഓതറയിൽ നിന്ന് വരുവാണ്. എനിക്ക് ഉള്ള കൃഷികൾ ഏത്തവാഴ, കപ്പ, കാച്ചില്, ചേന, പൂടക്കിഴങ്ങ്, ചീമച്ചേമ്പ്, ഇഞ്ചി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചക്കറി എൻ്റെ കൂട്ടുകാരൻ ഓതറ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. പാവലും പടവലും ചീരയും ഒക്കെ. ഇപ്പോൾ ചീര ആയില്ല. ചീര ഒരാഴ്ച കഴിയുമ്പോൾ ചീരയാകും, പയറാകും. കൂട്ടുകാരിൽ നിന്നാണ് പാവയ്ക്കായും പടവലങ്ങായും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം നാടൻ സാധനങ്ങൾ തന്നെയാണ്. മായമില്ലാത്ത, വിഷമടിക്കാത്ത നല്ല കടലപ്പിണ്ണാക്കൊക്കെ ഇട്ടുണ്ടാക്കിയ പാവയ്ക്കയാണ് വളമായിട്ട് കൊടുത്തേക്കുന്ന കടലപ്പിണ്ണാക്കൊക്കെയാണ്. അതുകൊണ്ട് യാതൊരു കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുള്ളതല്ല. നല്ല സാധനങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും വന്ന് സാധനങ്ങൾ വാങ്ങിച്ച് കർഷകരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇതെല്ലാം ശ്രീ ജോസ് കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങളാണ്. പച്ചക്കറി, പാവയ്ക്ക, പടവലങ്ങ, ഏത്തക്കൊല, കാച്ചില്, കപ്പ, ഇത്രയുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്ഥിരമായിട്ട് വരുമ്പോൾ പല ചീരയും മറ്റു പല പച്ചക്കറികളും അദ്ദേഹം കൊണ്ടുവരാറുണ്ട്. ഓരോ ദിവസവും കിട്ടുന്നതനുസരിച്ചിട്ടാണ് കിട്ടുന്നത്. ഓരോ ദിവസവും കിട്ടുന്നതനുസരിച്ചിട്ട് പയറും കോവയ്ക്ക അങ്ങനെയുള്ള എല്ലാ ഐറ്റവും കൊണ്ടുവരാറുണ്ട്. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് നമ്മൾ ഷൈനി മേഡത്തിനെ പരിചയപ്പെടുത്തുകയാണ്. ഷൈനി മേഡം വിപണികളിലെ നിറസാന്നിധ്യമാണ്. പലഹാരങ്ങളാണ് ഷൈനി മേഡത്തിൻ്റെ പ്രധാന ഐറ്റംസ്. നിങ്ങൾ കണ്ടു കാണും, എല്ലാ പലഹാരങ്ങളും ഇരിപ്പുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം ഓർഡർ അനുസരിച്ചിട്ട് ശുദ്ധമായ നല്ല സ്വാദോടുകൂടിയ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി നൽകുന്നുണ്ട്. അപ്പോൾ ഷൈനി മാം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മോംസ് ഹോം മെയ്ഡ് സ്നാക്സ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ നമ്മളെ ഹോം മെയ്ഡ് ആയതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് മുഖേന ഇങ്ങനെ ഓരോരുത്തർ വാങ്ങിച്ച് നല്ല സാധനമാണ്, നല്ല എണ്ണയിൽ എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന കാരണം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഒത്തിരി ഓർഡറുകൾ കിട്ടാറുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ ഇങ്ങനെ വിപണികൾ വന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു 2-3 വിപണിയിൽ പോകുന്നുണ്ട്. അവിടെ കൂടെ ആയപ്പോഴത്തേന് ഞങ്ങൾക്ക് കൂടുതൽ ഓർഡറുകൾ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞങ്ങൾ നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങൾ വിപണിയിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാറുണ്ട്. അതുപോലെ ഒത്തിരി ഓർഡറുകളും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. എല്ലാം നല്ലതായിട്ട് ചെയ്തു പോകുന്നു. എനിക്കത് നല്ലതായിട്ട് പോകണമെന്ന് കൂടുതലായിട്ട്
അത് വർദ്ധിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പാരമ്പര്യമായി ഞങ്ങളുടെ പ്രധാനമായിട്ട് എന്തൊക്കെ ഐറ്റംസാണ് ഷനു അമ്മ ഉണ്ടാക്കുന്നത്? പറഞ്ഞാട്ടെ, എന്തൊക്കെ പേര് പറഞ്ഞു. ചെറിയ കൊഴലപ്പം, അത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. പണ്ട് എൻ്റെ അമ്മ ആ വീട്ടിലെ അമ്മയും ഇവിടുത്തെ രണ്ടമ്മമാരും എല്ലാം കാര്യങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു. അതിൽ രണ്ടമ്മമാരിൽ നിന്നാണ് എനിക്ക് കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ പഠിച്ചത്. ഞാൻ അത് എൻ്റെ സ്റ്റാഫുകളെയും അവരെയും പഠിപ്പിച്ചു. ഈ ചേച്ചിയുടെ പേരെന്താണ്? അടുത്ത് തന്നെ അല്ലേ? ഞങ്ങൾ അടുത്ത് തന്നെയാണ്. എനിക്കും കുറച്ച് സ്റ്റാഫുണ്ട്. എല്ലാവരും നല്ല സ്റ്റാഫുകളാണ്. അവരെന്നോട് ചേർന്ന് നിന്ന് എല്ലാം നല്ല രീതിയിൽ തന്നെ അവരുണ്ടാക്കി തന്നു വിടുന്നു. വെള്ളപ്പം ഉണ്ട്, അവല് വിളയിക്കും, മുന്തിരിക്കൊത്ത്, മാവുണ്ട, കട്ട്ലേറ്റുകള്, അവല് വിളയിച്ചത്, മാവുണ്ട, കട്ട്ലേറ്റുകള്. ഇത് അപ്പം എന്താണ്? വട്ടയപ്പം, ഉപ്പേരി, ഇതൊക്കെ ഓരോന്ന് കട്ട്ലറ്റ്സ് അല്ലേ? കട്ട്ലറ്റ്സ് ആണ്. ബീഫ് ഉണ്ടാക്കും, ഫിഷ്, ചിക്കന്, വെജിറ്റബിൾ എല്ലാം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ശുദ്ധമായ എല്ലാം ശുദ്ധമായ രീതിയിലാണ് ചെയ്തു പോകുന്നത്. ഇന്ന് വരെയും ദൈവകൃപയാലെ കുഴപ്പമില്ലാതെ പോകുന്നു. ഇനി അങ്ങോട്ടും ദൈവഹിതം പോലെ എല്ലാം നല്ലതായി പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കട്ട്ലറ്റ്. ശരി. നമ്മൾ അടുത്ത കർഷകൻ നമ്മുടെ ചന്ദ്രൻ ചേട്ടനാണ്. വിപണിയുടെ പകുതി സമയമായി, അതുകൊണ്ട് കുറച്ച് വിപണിയുള്ളൂ, ബാക്കി നിറച്ച് സാധനങ്ങളായിരുന്നു. അപ്പോൾ ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ചന്ദ്രൻ ചേട്ടാ എന്തൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞാട്ടെ, ചേട്ടനെ പറ്റി സംസാരിക്കാൻ. ഈ വിപണി കൊണ്ട സാധനങ്ങളെല്ലാം ഞാൻ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ മാത്രം, പകച്ചുള്ള കച്ചവടങ്ങളും കാര്യങ്ങളും ഇല്ല. പിന്നെ കർഷകശ്രീ അവാർഡ് 2012 ആദ്യത്തെ കർഷകശ്രീ അവാർഡ് കിട്ടുന്നു. ചെങ്ങന്നൂർ കൃഷിഭവൻ്റെയും ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയുടെയും. രണ്ടാമത്തെ അവാർഡ് 2014 അവാർഡ് കിട്ടി. വീണ്ടും എന്നെ അവാർഡിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് വേണ്ട, കിട്ടാത്തവർക്ക് കൊടുക്കാൻ പറയുന്നു. എന്തിനാ? അവർക്കൊരു പ്രോത്സാഹനം കിട്ടും. അതിനുവേണ്ടി എന്തൊക്കെയാണ് ചേട്ടൻ്റെ ഉൽപ്പന്നങ്ങളെന്ന് പറഞ്ഞാൽ? ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? കൃഷി പച്ചക്കറി ഐറ്റം, പടവൽ, പാവല്, കോവല്, വഴുതന, വെണ്ട, പിന്നെ കപ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 സ്ഥലത്ത്, മൊത്തം എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ 3.5 ഏക്കർ സ്ഥലമുണ്ട്. അത് മുഴുവനും ഞാൻ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഹാർഡ് വർക്ക് വല്ലതും വന്നാൽ മാത്രം ആരെങ്കിലും ഒരു ലേബറെ നിർത്തും, അത്രേ ഉള്ളൂ. എല്ലാം ശുദ്ധമായ പച്ചക്കറികളാണ്, ശുദ്ധമായ പച്ചക്കറി രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവാർഡ് കിട്ടിയത്. ഇന്നും പോയി ഒരാൾക്ക് സ്ഥിരാമിലെടുത്ത് 1650 രൂപ. ആ 1650 രൂപ കൊടുക്കാൻ എനിക്ക് 2 ഏക്കർ മറ്റേ വളം കിട്ടും. ഏതോ രാസവളം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. ഇന്നും ഞാൻ മുളക്കെട്ട് സൊസൈറ്റിയിൽ പോയി ഒരാൾക്ക് വളം എടുത്തു സ്റ്റെറാമിൽ 1650 രൂപ. ഞാൻ അങ്ങനെ കൃഷി ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനങ്ങളായത്. കൂടുതൽ നാടൻ പാവയ്ക്ക, വെള്ളരിക്ക, കപ്പ, തേങ്ങ അല്ലേ? എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഇന്ന് തേങ്ങായിട്ട് ഇന്നലെ അതിന്ന് കുറച്ച് കൊണ്ടുവന്നു. ഒരെണ്ണം പോലും ഇല്ല, മുഴുവൻ നുള്ളിപ്പെറുക്കി പോയി. ശരി ചേട്ടാ, അപ്പം നല്ല രീതിയിൽ കൃഷി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.